അതിജീവനത്തിന്റെ പാഠങ്ങൾ നമ്മൾ പഠിക്കാൻ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾ ഒരു പരാജയത്തിൽ വീണ് താഴെ കിടക്കുന്ന ചില മനുഷ്യർക്കുള്ളതാണ്. പരാജയപ്പെടുമ്പോൾ വീണ് താഴെ കിടക്കുകയും എല്ലാം അവസാനിക്കുകയും ചെയ്തു എന്ന് കരുതുന്നിടത്തല്ല ജീവിതം, മറിച്ച് ഇനിയും ഉയർന്നു വരും എന്നുള്ള ചിന്തയോടെ മുന്നോട്ടുള്ള പ്രവർത്തനമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ പാർട്ടിയും മുന്നണിയും നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ. കടുത്ത നടപടികളുമായിട്ടാണ് കേന്ദ്രം മുന്നോട്ട് വന്നത്. എന്നാൽ എല്ലാ ഘട്ടങ്ങളും പോലെ പാർട്ടി ഉണർവോടെ ഇടപെട്ടു, പിന്തുണ നൽകി എന്ന് പിണറായി വിജയൻ. കണ്ണൂരിൽ ജന്മനാട് മമ്പറത്ത് വെച്ച് LDF ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. LDF പരാജയപ്പെടാൻ ഇടയായ കാരണങ്ങൾ LDFിലെ എല്ലാ ഘടക കക്ഷികളും വിശദമായി പരിശോധിച്ചു വരുന്നു. 100 സീറ്റ് എന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി കിട്ടുന്ന ഒന്നല്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് AK ആന്റണി ഓർമ്മിപ്പിച്ചത് 100 സീറ്റ് നേടി അധികാരത്തിലേറിയ അന്നത്തെ കാര്യമാണ്. അന്ന് എന്താണ് സംഭവിച്ചത്? ആന്റണി 100ന്റെ ആവേശത്തിൽ വിളിച്ചു പറഞ്ഞത് 100 വർഷത്തേക്ക് ഇനി LDF കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടാകില്ല എന്നായിരുന്നു. എന്നാൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പിന്നീട് നാം കണ്ടതാണ്. അങ്ങനെ പ്രഖ്യാപിച്ച ആന്റണിക്ക് തന്നെ ആ ഭരണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പരാജയം കൊണ്ടെല്ലാം അവസാനിച്ചു എന്നല്ല LDF കാണുന്നത്. പിണറായിയുടെ വാക്കുകൾ പറയാം. 2021 മുതൽ വലതുപക്ഷം ജനങ്ങളിൽ തെറ്റായ ചിത്രം സൃഷ്ടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. അതിൽ ഒന്നാണ് ജനാധിപത്യത്തിന്റെ സൗകുമാരികം പൂർണ്ണമായും ആസ്വദിക്കണമെങ്കിൽ ഇടയ്ക്കിടെ സർക്കാർ മാറണം എന്നത്. ഒരേ സർക്കാർ തന്നെ തുടർന്നാൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും. ഒരു മാറ്റം ആവശ്യമല്ലേ? 10 വർഷമായില്ലേ എന്ന ചിന്ത വലിയ തോതിൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നു. ഭരണം മാറട്ടെ എന്ന് ജനം വിധിച്ചു. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ മുഖവിലക്കെടുക്കുന്നില്ല. അതിശക്തമായ LDF തിരിച്ചുവരും. LDFിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ് LDFിന്റെ വിശ്വാസം. ചിലരെ ചില കാര്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അത് ശാശ്വതമായി നിൽക്കുന്നതല്ല. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ജനങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒപ്പം ഞങ്ങൾ ഉണ്ടാകും. ഇടത് നേതാക്കൾക്കെതിരെയുള്ള ആക്രമണം അത് എല്ലാ കാലത്തുമുണ്ട്. എത്രയോ കാലമായി ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും അത്തരം ആക്രമണങ്ങളുടെ ഭാഗമായി LDFോ CPMോ ഏതെങ്കിലും തരത്തിൽ പിറകോട്ട് പോയിട്ടില്ല. ജനങ്ങളുടെ വിശ്വാസവും ജനപിന്തുണയും ഓരോ ഘട്ടത്തിലും കൂടി വരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കാരണം LDFിന്റെ പ്രവർത്തനവും LDFിനെയും CPMനെയും പ്രതിനിധീകരിക്കുന്നവരുടെ പ്രവർത്തനവും കളങ്കരഹിതമാണ് എന്നതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഏത് കടന്നാക്രമണങ്ങളെയും ഒരുമിച്ച് നിന്ന് നേരിടാനാകും. ഒരു ആശങ്കയും ആർക്കും ഉണ്ടാകേണ്ടതില്ല. വളരെ കടുത്ത നടപടികളുമായിട്ടാണ് കേന്ദ്രം മുന്നോട്ട് വന്നത്. എല്ലാ ഘട്ടങ്ങളും പോലെ തന്നെ ഈ ഘട്ടത്തിലും പാർട്ടിയും LDFും നല്ല ഉണർവോടെ ഇടപെടുകയും പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരേ മനസ്സോടെ ഇനിയും മുന്നോട്ട് നീങ്ങാം, പിണറായി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ മോട്ടിവേഷണൽ സ്പീച്ച് അങ്ങനെ തന്നെ പറയണം. ഇത് ഏതൊരവസരത്തിലും ഓരോ മനുഷ്യർക്കും ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. എന്ത് സാഹചര്യമായാലും അവിടെ പരാജയപ്പെട്ട് നിലത്ത് വീണ് കിടക്കുകയല്ല വേണ്ടത്. മറിച്ച് അവിടെ എന്താണ് തെറ്റുകൾ, ആ തെറ്റുകൾ മാറ്റി തിരുത്തലുകൾ ഉണ്ടാകണം. ആ തിരുത്തലുകളിലൂടെ ശക്തി ആർജിക്കണം, വീണ്ടും ജയിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് ഒരു മനുഷ്യന് വേണ്ട, ഓരോ മനുഷ്യർക്കും വേണ്ട ഏറ്റവും നല്ല ഒരു സന്ദേശം. നമുക്ക് നല്ല സന്ദേശങ്ങൾ, അത് ആര് പറഞ്ഞാലും ഏത് വാക്കുകളിൽ നിന്നാലും നല്ല സന്ദേശങ്ങൾ ഉൾക്കൊള്ളാം. വീണ്ടും തെറ്റുകൾ തിരുത്തി LDF സർക്കാർ വരികയാണ് എങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. അത് നല്ല ഒരു കാര്യം തന്നെയാണ്. കാര്യം തെറ്റുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകും, ഓരോ ഭരണങ്ങൾക്കും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അത് തിരുത്തി അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ഭരണകൂടത്തിന്റെയും ഒക്കെ വിജയം. അത്തരം തിരുത്തലുകൾ ഉണ്ടാകട്ടെ. പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ അവർ ഇവിടെയൊക്കെ തന്നെയുണ്ട്, ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൃദയപൂർവ്വം തന്നെ സ്വീകരിക്കുന്നു. ഈ പരാജയങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തലുകൾ ഉണ്ടായി തിരിച്ച് വരട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.